കാര്യം പറയുമ്പോൾ മിക്ക പെൺമക്കൾക്കും എന്നോട് ദേഷ്യം തോന്നും, ഡെഫിനറ്റ്ലി. ബട്ട് എനിക്കിത് പറയണം. ഞാനൊരു സ്റ്റോറി അറിയാം. ഏതോ ഒരു ചെക്കൻ റിച്ച് ആയിരിക്കും, അവന്റെ പെണ്ണിനെ നോക്കാൻ വരുമ്പോ ഒരു ഐഫോൺ കൊണ്ടുവന്നു. അതിനുശേഷം എല്ലാവർക്കും അവന്റെ ചെക്കന്റെ കയ്യിൽ പൈസ ഉണ്ടോ, പൈസ ഇല്ല, അവന് കടം വാങ്ങിയിട്ടോ അല്ലെങ്കിൽ അവന് തിന്നാതിരുന്നിട്ടോ. താത്ത പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടില്ലേ? ഇതാണ് നമ്മുടെ കുടുംബത്തിലും നമ്മളെ അയൽവാസികളും നമ്മളെ സുഹൃത്തുക്കളായാലും ആരായാലും ഇന്ന് പെണ്ണ് കാണാൻ പോകുമ്പോൾ ആ പെണ്ണിനെ കണ്ടിട്ട് ചെറുക്കൻ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കുടുംബത്തിലെ പെണ്ണാണെങ്കിൽ നമ്മൾ വിളിച്ച് അവരെ ചോദിക്കും, നോക്കാൻ വന്നാന്ന് വെച്ചാൽ നോക്കാൻ വന്ന് എന്തെല്ലാം കൊടുത്ത് നിൽക്കും. അപ്പോൾ പറയും ഇന്ന് കൊടുത്തെന്ന്, ഐഫോൺ കൊടുത്തെന്നറിയും. ഐഫോണാ? ഐഫോൺ ഏത്? ഫസ്റ്റ് ചോദിക്കുന്നത് ഐഫോൺ ഏത് എന്ന്. ഐഫോണ് 16 17 ഇങ്ങനെയെല്ലാം കൊടുത്തു. 17 കൊടുത്താൽ അപ്പോൾ കുറച്ച് ഉള്ള ടീം തന്നെ ആയിരിക്കും അല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിന്താഗതി. അതല്ല സാംസങ്ങോ മറ്റേതെങ്കിലും കൊടുത്തിരുന്ന് പറയുമ്പോൾ സാംസങ്ങാ കൊടുത്തത്. ഇത് എന്ന് മാറ്റം വരും നമ്മുടെ നാട്ടിൽ? ഒരുപാട് സുഹൃത്തുക്കൾ കല്യാണം കഴിക്കാനും വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഒരു സൈഡ് നോക്കിയാൽ സ്വർണത്തിൻ്റെ വില കുതിച്ച് ഉയരുകയാണ്. അതേപോലെ തന്നെ ഐഫോൺ 17 പുതിയ മോഡൽ, ഇപ്പോൾ 18 ഇറങ്ങാൻ പോകുന്നതാണ് കേട്ടിട്ടുള്ളത്. 17ഉം ഈ ചെറുപ്പക്കാരുടെ വിഷമം എത്രത്തോളമായിരിക്കും അല്ലേ? കല്യാണം ഇതായതിനു ശേഷം തന്നെ അവർ വിളിയും തുടങ്ങി. ചില ആളുകൾ ഒരു വർഷത്തേക്കെല്ലാം നീട്ടുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ അടുത്ത് കാശില്ല, കുറച്ച് ജോലി ചെയ്തിട്ടായിട്ട് ഇതാക്കാന്ന് വെച്ചിട്ട്. ഈ ജോലി ചെയ്തിട്ടായിട്ട് ഒരു വർഷം നമ്മൾക്കുണ്ടല്ലോ, പെണ്ണിൻ്റെ ബർത്ത്ഡേ വരും, പെണ്ണിൻ്റെ മറ്റേത് പിന്നെ അനിയത്തിൻ്റെ ബർത്ത്ഡേ വരും, ആങ്ങളുടെ ബർത്ത്ഡേ വരും. ഈ ബർത്ത്ഡേക്കെല്ലാം ഗിഫ്റ്റ് കൊടുത്തയക്കണം. അതും പോരാണ്ട് പെണ്ണിൻ്റെ ബർത്ത്ഡേക്കാണെങ്കിലോ, നോക്കി വെച്ച പെണ്ണിൻ്റെ ബർത്ത്ഡേക്കാണെങ്കിലോ സർപ്രൈസും കൊടുക്കാനുണ്ട് ഇപ്പോൾ. അല്ല എന്തല്ലേ, ഇങ്ങനെ പോയെങ്കിൽ എവിടത്തേക്ക് എത്തും? ഉള്ളവരാണെങ്കിലും ഓക്കെ, പ്രശ്നമില്ല. പക്ഷെ ഉള്ളവരെ കണ്ടിട്ട് ഇല്ലാത്തവർ ഇവിടുന്നും കടം വാങ്ങിയിട്ട് അനുകരിക്കുന്നവരുണ്ട്. നമ്മൾ തീരുമാനിക്കണം, വേണ്ട എൻ്റെ മകൾക്ക് ചെറുതാണെങ്കിൽ ചെറുതത്ര മതി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതല്ല, മകൾ പറയുന്നത് അപ്പോൾ അവർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, എനിക്കും അങ്ങനെ വേണ്ട, എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ ചങ്ങായിമാർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്താ അല്ലേ, ഇനിയും നന്നാവട്ടെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാത്തിരിക്കാം അല്ലേ?